സാറേ ഇതാണ് ഷർട്ട്. അയ്യേ ഫുട്പാത്തിന്നായിരിക്കുന്നേ. ഇത് ഡള്ളാണല്ലോടോ. സാറേ ഈ സിറ്റുവേഷൻ അനുസരിച്ച് ഡള്ള് ഷർട്ട് മതിയെന്ന് ഡയറക്ടറാ പറഞ്ഞേ. ഡള്ള് മതി, പക്ഷെ നല്ല ബ്രാൻഡ് എടുത്തിട്ട് ഡള്ളാക്കാവുന്നല്ലേ ഉള്ളൂ അല്ലേ? പ്രശ്നം അത് അറിയില്ലേ? ഇത് ഞാനിടേണ്ടതല്ലേ? അതെ. ഇതുപോലും അറിയാത്ത നിന്നെ ഞാൻ എങ്ങനെയാണ് അടുത്ത പടത്തിനോട് സജസ്റ്റ് ചെയ്യുന്നത്? ഇപ്പൊ മാറ്റി മേടിക്കാൻ സാർ. ഒരു ബോധവും ഇല്ലാതെ കഷ്ടം വാർക്കപ്പണിക്കിരുന്ന ഷർട്ടുമായിട്ട് വന്നിരിക്കുന്നു. ആദ്യം നീ നിന്റെ പണി മര്യാദക്ക്. ഓ സാറേ ഈ സീൻ കഴിഞ്ഞിട്ട് സിഗരറ്റ് ഒരു 5 പാക്കറ്റ് സിഗരറ്റ് പിക്ചർ ഇങ്ങോട്ടോ. ഇനിയിപ്പോ 5 പാക്കറ്റ് സിഗരറ്റ് ഇങ്ങനെ സിഗരറ്റ് തിന്നാണ് സാറേ. ഞാൻ അപ്പളേ പറഞ്ഞാൽ അങ്ങനെ ഇത് പറ്റൂല. എന്റെ പണി പോകുന്ന ലക്ഷണമാ. ഈ ഷർട്ട് എന്താ കുഴപ്പം? ബ്രാൻഡഡ് സാധനം വേണമെന്ന്. ഇത് പിടിച്ചാൽ മതി, തിന്നണ്ട. 399 രൂപ. ഡോ ഈ സൂപ്പർ സ്റ്റാറിനെ മെരുക്കുന്നതിന് ഒരു നാക്കുണ്ട്. അയാളെന്താ ആനയെ പറ്റൂ? ആനയാണെ പിന്നെ പറഞ്ഞു മനസ്സിലാക്കാം, കാരണം ബുദ്ധിയുണ്ടല്ലോ. നമ്മൾ ഇന്നലെ മേടിച്ച കോട്ടിന് എത്രയായി? 3000-നകത്ത് വരും സാർ. ആ കോട്ടിലെ ടാഗ് എടുത്ത് ഈ ഷർട്ട് എടുക്കുക, എന്നിട്ട് ഈ ഷർട്ട് കൊണ്ടുപോയി ആ സ്റ്റാറിന് കൊടുക്കുക. എന്റെ സാറേ ഞാൻ സമ്മതിച്ചിരിക്കണം. ഇപ്പൊ മനസ്സിലായല്ലോ ഓ, സർ. സൂപ്പർ സ്റ്റാറിനെ എങ്ങനെയാണ് മെരുക്കുന്നതെന്ന്. ശരിക്കും മനസ്സിലായി. ഓക്കേ സാർ, ഓക്കേ സാർ, ശരി സാർ. മോനെ ഒരു ബൂസ്റ്റ് കൂടെ മിച്ചെടുക്കും. സാർ 2-3 ബ്രാൻഡ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഡയറക്ടർ വേണ്ടാന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ സമ്മതിക്കൂ സാറേ. ഇത് കൊള്ളാം, തനിക്ക് പണി അറിയാം. എങ്ങനെയുണ്ട് സാർ? കൊള്ളാം, ഡള്ളാണെങ്കിലും ബ്രാൻഡല്ലേ. അതെ സാർ, അടുത്ത പടം ഓക്കെ. സാറേ മിച്ചർ ഇവിടെ ഇരിക്കട്ടെ. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും രാജ്കുമാർ സാറിന്റെ മനസ്സ് മാറിയാലോ? നമുക്ക് അവരെ ഇവിടെ സ്റ്റേ ചെയ്യിക്കാം. അല്ല, ഞാൻ താമസിക്കുന്ന ഹോട്ടലിലാകുമ്പോൾ റൂം റെന്റ് ഒക്കെ വളരെ കുറവാ. അങ്ങനെയാണെങ്കിൽ തന്റെ മുറി തന്നെ താമസിച്ചു. താങ്ക്സ്. സാറ് പറഞ്ഞാൽ പിന്നെ ഒരു മാറ്റവും ഇല്ല. ആ പെൺകുട്ടിക്ക് എത്ര വയസ്സായി? 17 വയസ്സ്. IPC 168 പീഡനം. 7 കൊല്ലം അകത്ത് കിടന്ന് ഉണ്ട തിന്ന. അയ്യോ, വേണ്ട വേണ്ട വേണ്ട. മനുഷ്യന് സമാനമായിട്ട് പണിയെടുത്ത് ജീവിക്കാൻ പറ്റാത്ത കുറെ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സീനാറ് കുളിമുറി. സാറേ എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. സാർ ഞാനെന്തെങ്കിലും തെറ്റ് ചെയ്തിനോ സാർ? ചെയ്തോന്ന് ചോദിച്ചാ? അല്ല സാറേ, എന്റെ മുന്നിൽ ഉള്ളിൽ കിടക്കുന്ന കലാകാരിയെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണം. അതിന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് സാർ തന്നെ പറ. ഒരു സൂപ്പർ സ്റ്റാറിനെ കണ്ട എഴുന്നേറ്റ് നിൽക്കാനുള്ള മിനിമം സിനിമാ ബുദ്ധി പോലും നിങ്ങൾക്കില്ലാതെ പോയല്ലോ. ഇവിടെ ആളുകള് പിറന്നപടി നിൽക്കാൻ പറഞ്ഞപടി നിൽക്കാൻ റെഡിയാ. അപ്പോഴാ ഇത് രാധാമണിയെ 706. അപ്പൊ ഹീറോയുടെ സഹോദരി ഔട്ട്. എന്നാ പിന്നെ ഈ അമ്മച്ചിക്ക് ഒരു വേഷം കൊടുത്തുണ്ടായിരുന്നു. നല്ല കേട്ടാ, സ്ക്രീനിൽ നിറഞ്ഞു നീക്കി. ആ കാണുന്നിടത്ത് നിന്ന് വണ്ടി എടുത്ത് ഇവിടെ കൊണ്ടു നിർത്തണം. ആയിക്കോട്ടെ. അപ്പൊ സാറ് പൈസ തരും. അത് കഴിഞ്ഞിട്ട് വണ്ടി എടുത്ത് പോണം. ഓക്കെ? അപ്പൊ ബാക്കി കൊടുക്കണ്ടേ? വേണ്ട. അപ്പൊ എനിക്ക് ഡയലോഗൊന്നുമില്ലേ? സാറ് ചോദിക്കും എത്ര രൂപയാണെന്ന്. അപ്പൊ 25 രൂപ എന്ന് പറയണം. ഓക്കെ? മനസ്സിലായില്ലേ? മനസ്സിലായി. ശരി. ഡയലോഗ് ഉണ്ട് കേട്ടാ. വലുതാണ്. വലുതല്ല, 25 രൂപ അത്രേ ഉള്ളൂ. അയ്യോ, അത് ഒത്തിരി ചെറുതായി പോയല്ലോ. അതിനൊരു ഐഡിയ ഉണ്ട്. എന്തുട്ട്? നീ 25 രൂപ എന്നല്ലേ പറയുന്നുള്ളൂ. അതിന് പകരം സാറായതുകൊണ്ട് 25 രൂപ തന്നാവെന്ന് പറയണം. അപ്പൊ കുറെ നേരം കൂടി സ്ക്രീനിൽ നിന്റെ മുഖം ഉണ്ടാവും.